വാർത്തകൾ വായിക്കുന്നത് അനുജി. അങ്കമാലി അർബൻ സഹകരണ സംഘത്തിന്റെ മുൻപിൽ രണ്ടാം ദിവസം നടന്ന റിലേ ധർണ ജനതാദൾ നേതാവും അങ്കമാലി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവുമായ ബെന്നി മൂഞ്ഞേലി ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് PA തോമസ് അധ്യക്ഷനായിരുന്നു. ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, എത്ര ദിവസം എത്ര നാൾ ഇത് നമുക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് എത്താമെന്നുള്ള ആളുകളൊക്കെ വരികയും അവര് നിങ്ങളോടൊപ്പം 100% ആത്മാർത്ഥമായി നിൽക്കാനായിട്ട് സഹായിക്കുകയും ചെയ്താൽ ഈ നിയമസഭാ സമ്മേളനം കഴിയുന്നതിന് മുൻപ് ഏതാണ്ട് 35 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീരുന്നതിന് മുൻപ് ശക്തമായ സമര പരിപാടികളുമായിട്ട് നിങ്ങളും നിങ്ങളോടൊപ്പം നിൽക്കാമെന്ന് പറയുന്ന ലീഡർഷിപ്പും നിൽക്കാൻ തയ്യാറായാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഒരു പുനർചിന്തനം ഉണ്ടാവുകയും ഇതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് സാധിക്കട്ടെ. തീർച്ചയായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു 2 ദിവസം മുൻപ് ഒന്ന് അറിയിച്ചാൽ തീർച്ചയായും പാർട്ടിയായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട്, തോമസനായിട്ട് അടുത്ത് ബന്ധമുണ്ട്. ഇവിടെ ഇരിക്കുന്ന വളരെ 1-2 പേരെയാണ് വ്യക്തിപരമായിട്ട് പരിചയമില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും ഒരു തരത്തിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ പരിചയവും കഴിവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. നിങ്ങളുടെ ഈ നഷ്ടത്തിലും കാര്യങ്ങളിലൊക്കെ വളരെ സങ്കടമുണ്ട്. പക്ഷെ സങ്കടപ്പെടാന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിൻ്റെ അകത്ത് ഇപ്പം മറ്റൊന്നും പറയാനായിട്ട് വാക്കുകളില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ ഏത് പരിപാടിയിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിങ്ങളുണ്ടാക്കിയ തുക തിരികെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് സമര പരിപാടികൾക്കും ഇത് സാധ്യമാകുന്നത് വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിക്ഷേപകർ സമരം ശക്തമാക്കിയാൽ കോടികൾ തട്ടിക്കൊണ്ടുപോയ മുൻ പ്രസിഡന്റ് PT പോളിന്റെയും അതിന് കൂട്ടുനിന്ന ഭരണസമിതി അംഗങ്ങളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാൻ സർക്കാരും അന്വേഷണ ഏജൻസികളും നിർബന്ധിതരായി തീരുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ബെന്നി മൂഞ്ഞേലി പറഞ്ഞു. ജനതാദൾ ജില്ലാ പ്രസിഡന്റും പരിസ്ഥിതി പ്രവർത്തകനുമായ ജെയ്സൺ പാനികുളങ്ങര ധർണാ സമരത്തെ അഭിസംബോധന ചെയ്തു. സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ച് അതിൽ കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടീനെ വാങ്ങിച്ച ആൾക്കാരുണ്ടത്. അതായത് സ്വന്തം പണിയെടുത്ത കാശ് ഇവിടെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ കടിക്കണ പട്ടിയുടെ പോലെ ഇവിടെ വാക്ക് വന്ന് കാവലിരിക്കേണ്ട ഗതികേട് വന്ന ഒരു സംവിധാനം. പക്ഷെ ഞങ്ങളെപ്പോഴും പറയുന്നത്, സമരം ഒരു മനുഷ്യൻ ചെയ്യാൻ തയ്യാറാകുന്നത് അവൻ്റെ എല്ലാ ഉപാധികളും അല്ലെങ്കിൽ എല്ലാ മാർഗങ്ങളും മുട്ടിക്കഴിയുമ്പോഴാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകുന്ന പരിപാടി ശരിയല്ല. സമരമായി തന്നെ മുന്നോട്ട് പോകണം. അത് ഓരോ ഘട്ടത്തിൽ സമരത്തിന് നിശ്ചിതമായ ഒരു വ്യവസ്ഥയില്ല. ഇപ്പോൾ നമ്മൾ ഈ MBAക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ പറയണ പോലെ ഈ പുസ്തകത്തിൽ അങ്ങനെയാണ് മാർക്കറ്റിംഗ് നടത്തുന്നത്, ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടേറെ ശാസ്ത്രീയമായി എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. പക്ഷെ സമരത്തിന് മാത്രം പുസ്തകമില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ സമരങ്ങൾ ചെയ്തതിൻ്റെ ഓരോ സമരത്തിനും അതിൻ്റെ നൈമിഷികമായി സംഭവിക്കുന്ന സാധ്യതകളാണ് അതിനകത്തുള്ളത്. ഇപ്പോൾ ചിലപ്പോൾ ഒരാൾ കൂടെ വരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ TP ജോർജ് കൂടെ വന്നു ചേർന്നു പിടിച്ചു നിർത്തണം എന്നൊരു പുസ്തകത്തിനും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പിടിച്ചു നിർത്തും. അപ്പോൾ സമരത്തിന് ആ ഒരു വ്യത്യസ്തത, ഏതൊക്കെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുന്നോ ആ സമരമാർഗങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. ആ അവകാശ നിഷേധത്തിനെതിരായി നടത്തുന്ന സമരങ്ങളാണ് ഏറ്റവും കൂടുതൽ. അത് സാധാരണക്കാരായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ ഇത്രയും പൈസ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. ഒരു രൂപയുടെ വെട്ടിപ്പ് നടന്ന സംഘത്തിലെ മുഴുവൻ തുകയും നിക്ഷേപകർക്ക് ലഭ്യമാക്കുന്നതുവരെ സമരം തുടരുമെന്ന് നിക്ഷേപ സംഘ നേതാക്കൾ പറഞ്ഞു. CP സെബാസ്റ്റ്യൻ, യോഹന്നാൻ കൂരൻ,
മാർട്ടിൻ മൂഞ്ഞേലി, ചെറിയാക്കു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മനസ്സിലാക്കണത്. പിന്നെ സാജു ചാക്കോ 1-10. ഈ സാജു ചാക്കോനോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാ. അവന് തർക്കമില്ല. ഞാൻ ഭൂമി ബോളിൽ കൊടുത്തതാ, എനിക്ക് ആ ഭൂമി വിറ്റ് തന്നെ തർക്കമില്ല. അപ്പൊ ഞാൻ കണക്കൂട്ടിപ്പോ 31 കോടി രൂപ ഇങ്ങനെയുണ്ട്. 31 കോടി രൂപ ഈ രീതിയിലുണ്ട്. ഞാൻ ചോദിക്കണം, നമുക്കൊരു ബസ് എടുത്ത് ഇവരൊക്കെ ഒന്ന് പോയി കണ്ടാലോ? പ്രിയരെ, മൂക്കന്നൂർ MAGJ ആശുപത്രിയിൽ നിന്നും സ്നേഹാശംസകൾ. ഈ വരുന്ന ജൂൺ 10 മുതൽ 30 വരെ ഇവിടെ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടക്കുകയാണ്. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യ കൺസൾട്ടേഷനും പൾമനോളജി ഫങ്ഷൻ ടെസ്റ്റും മറ്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. ഈ ക്യാമ്പിൽ പങ്കെടുത്ത് പരമാവധി ഇതിന്റെ പ്രയോജനം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. പൊടിപ്പും തൊങ്ങലുകളുമില്ലാതെ സത്യസന്ധമായ വാർത്തകളുമായി ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്. ചാനൽ ഫോളോ ചെയ്യുക.